ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി വേറെ കളറൊക്കെ ആയിട്ടുള്ള നമ്മുടെ 10 മണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കളർ നമ്മളെ അടുത്തില്ല, ഇത് ഇന്നലെ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി വാടി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവനൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചെടിച്ചട്ടിയിൽ കുറച്ച് 10 മണീസൊക്കെ ഉണ്ട്, അതൊക്കെ പിങ്കും റെഡും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇതൊരു പീച്ച് കളറാന്ന് തോന്നുന്നുണ്ട്, അതിലൊരു മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിരിഞ്ഞതിൻ്റെ. അപ്പോൾ എന്തായാലും അതിന് 2 പീസൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളൊക്കെ നമ്മൾ കൂടെ സെറ്റായി ഇപ്പോൾ പുറത്തു കൂടിയും ഉള്ളിൽ കൂടെയൊക്കെ ആളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. 10 മണി ഇങ്ങനെ വളരുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. പിന്നെ ബാക്കി 2-3 പീസും കൂടി ഉണ്ടായിരുന്നു, അത് നമുക്കിതാ ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ കുറച്ച് 10 മണി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങേയറ്റം വരെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമുക്ക് മീൻ വണ്ടിയൊക്കെ ഇപ്പോൾ നിർത്തുന്നത് ഇവിടെയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങേയറ്റം വരെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയും കൂടി നമ്മളിതാ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുരിങ്ങൻ്റെ അവിടെയും കൂടി 2 നട്ടു കൊടുത്തു. സ്ഥലത്ത് മൊത്തം ഒരേ കളർ ഉണ്ടാവുന്നതിനേക്കാൾ ഇങ്ങനെ വേറെ വേറെ കളർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും. പിന്നെ 10 മണി ആയതുകൊണ്ട് തന്നെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട, എന്താണേലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പൂവൊക്കെ ആയിട്ട് കാണാം കേട്ടോ.